ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ബാംഗ്ലൂർ യാത്രയാണ്. ഞങ്ങളെ പുറത്തുനിന്ന് പാലക്കാടേക്കുള്ള ട്രെയിനാണ് പോണത്. അങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനായിട്ടാണ് പോണത്. പാലക്കാട് നിന്ന് അങ്ങനെ ബാംഗ്ലൂർ ട്രെയിന് അങ്ങനെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ പാലക്കാട്, ഷൊർണൂർ വഴി പാലക്കാട് അങ്ങനെ പോവാണ്. പാലക്കാട് എത്താൻ എത്ര പണി? പാലക്കാട് നമ്മൾ അങ്ങനെ ഒരു 5:30 ആയപ്പോൾ ഷൊർണൂർ എത്തി. ട്രെയിന് നേരെ പാലക്കാടേക്കുള്ളതാണ്. ഇവിടെ കുറച്ചൊരു ഡിലേ ഉണ്ടാവും. ഇവിടെ കുറച്ച് നേരം നിർത്തുന്നുണ്ട്. അതിൻ്റെ ലോക്കൊന്നും മാറ്റാൻ. ഇതുവരെ പോകുന്നത് ഡീസൽ ലോക്കോമാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രിക് ലോക്കോമാണ് പോവുക. അപ്പം അങ്ങനെ അത് മാറ്റാനുള്ള ടൈം കുറച്ച് നേരം ഉണ്ടാവും. അങ്ങനെ അത് മാറ്റി ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് എടുക്കുകയാണ് ട്രെയിൻ. അങ്ങനെ ഷൊർണൂരിൽ നിന്ന് എടുത്ത് ഇനി നേരെ പാലക്കാട്. ഇങ്ങനെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. പാലക്കാട് ഷൊർണൂർ റൂട്ടിൽ ഏറ്റവും വലിയ സ്റ്റേഷനാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ കടത്തും. എൻ്റെ ഉള്ളിലെത്തുന്നതായിരുന്നു. ഏർക്കാണ് മറ്റേ ട്രെയിന്, ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിന്. നമ്മൾ ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ സൽമാനെ? ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? പാലക്കാട് എത്താനായി. ആരില്ല, നമുക്ക് വേണ്ടി ഫ്രീ. പാലക്കാടിന് വരെ ഫ്രീ ആയിട്ട് പോവാം. അവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും. പാലക്കാട് എത്താനായി. അങ്ങനെ ഒരു 7:10 ആയപ്പോൾ പാലക്കാട് എത്തി. 7:30 ഇനി ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ ആ ട്രെയിൻ വരുന്നതുവരെ കാത്തിക്കാം. അപ്പം അങ്ങനെ നേരെ ട്രെയിനിൽ കയറി ട്രെയിൻ എടുത്തിക്കണം. ഇപ്പോൾ പോണ്ടന്നൂർ എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കണം. പാലക്കാട് കഴിഞ്ഞ് പോണ്ടന്നൂർ. ഇതൊരു ലെങ്തി വീഡിയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അതിനായിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബസ്സിനുവാടി എന്ന് പറഞ്ഞല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് കുറച്ച് ഞങ്ങളിപ്പോൾ എന്താണ് ബസ്സിനുവാടി അല്ലടാ, അത് ബസ്സിനുവാടി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടികളുമില്ല. അപ്പോൾ ഇനി ഇവിടുന്ന്
എന്താ കാട്ടണ്ടെന്ന് ഒരു നിശ്ചയമല്ല. എവിടേക്കൊക്കെ ഒരു വലിയ ഊബർ ബുക്ക് ചെയ്തിരിക്കുന്നു. കുറച്ച് ചെറുക്കന്മാരും ഉണ്ട്, കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകണം. അങ്ങനെ ബാംഗ്ലൂരിലെ മോർണിംഗ് പ്രഭാതം ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കട, അവിടെ ഒരു കട ഉണ്ട്, പോരാ അങ്ങോട്ട് പോയേക്കാം. അടിപൊളി കടയിൽ പോയിട്ടാ വല്ല 10-20 ആ ചെറിയ കടയാണ്. എന്തെങ്കിലുമൊക്കെ ചെറു ലഘുഭക്ഷണം കഴിക്കാം. ചായയും ബിസ്ക്കറ്റും, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് എല്ലാം ഇറങ്ങി ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ റൂമുണ്ട്, അവൻ്റെ അടുത്ത് പോകണം. അങ്ങനെ അവൻ്റെ അടുത്ത് പോയി അവിടുന്ന് എല്ലാം ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനും. ഫുഡ് കഴിച്ചിട്ടില്ല, 3 മണിക്കണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് മെല്ലെ ഇറങ്ങിക്കണം ചെറുത് കഴിച്ച് ചുറ്റി കറങ്ങാൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എറണാകുളത്തേക്കുള്ള ട്രെയിനിന് ഞങ്ങൾ തിരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. വലിയ വീഡിയോ ഒന്നുമില്ല, ചെറിയ വീഡിയോ, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഈ വീഡിയോയിലുള്ളത്.